എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ 12 അപ്പസ്തോലന്മാരുടെ നേതാവായി ഈശോ പ്രത്യേകമായി തിരഞ്ഞെടുത്ത വിശുദ്ധ പത്രോസ് അപ്പസ്തോലനെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുക. ഒരു മുക്കുവനായിരുന്ന ശിമയോൻ, അത് 3 പ്രാവശ്യം ഈശോയെ നിഷേധിച്ച് പറയേണ്ടി വന്ന ശിമയോൻ സഭയുടെ ധീരനായ അപ്പസ്തോലനും രക്തസാക്ഷിയുമായി മാറിയ കഥയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ശിമയോൻ എന്നായിരുന്നു അവൻ്റെ പേര്. പത്രോസ് അല്ലെങ്കിൽ പാറ എന്നുള്ള പേര് ഈശോ പിന്നീട് നൽകിയ ഒരു ഇരട്ടപ്പേരാണ്. ശിമയോൻ്റെ ഔദ്യോഗികമായ പേര് യോനായുടെ പുത്രനായ ശിമയോൻ എന്നായിരുന്നു. കാരണം യോഹന്നാൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. ഗലീലിയ തടാകത്തിൻ്റെ ബെത്സൈദ എന്ന പ്രദേശത്താണ് സൈമൺ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അന്ത്രയോസ്. പിന്നീട് അപ്പസ്തോലന്മാരായി തീർന്ന അന്ത്രയോസും ശിമയോനും അവരുടെ പിതാവിൻ്റെ തൊഴിലായ മത്സ്യബന്ധനത്തിലാണ് ഏർപ്പെട്ടിരുന്നത്. മീൻ പിടിക്കാനുള്ള സൗകര്യത്തെ കരുതി ശിമയോൻ പിന്നീട് കഫർനാമിലുള്ള തൻ്റെ ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഭാര്യയും ഭാര്യ മാതാവും ജീവിച്ചതായിട്ട് നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ശിമയോൻ പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നതായി രേഖപ്പെടുത്തുന്നതായി നാം കാണുന്നുണ്ട്. ഈശോയും പിന്നീട് ആ ഭവനത്തിലാണ്, അതിൻ്റെ 2-ാം നിലയിൽ മാളികയിൽ താമസിച്ചുകൊണ്ടാണ് ജനങ്ങളെ പഠിപ്പിക്കുകയും ആ പ്രദേശത്തെല്ലാം വചനപ്രഘോഷണം നടത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ ഈശോയുടെ ഭവനമായിട്ട് കൂടി ആ പത്രോസിൻ്റെ ഭാര്യ ഭവനം അറിയപ്പെട്ടിരുന്നു. ആദിമ ക്രൈസ്തവ സഭയുടെ ചില ലിഖിതങ്ങളനുസരിച്ച് ശിമയോൻ പത്രോസ് വിവാഹിതനും അദ്ദേഹത്തിൻ്റെ മക്കളുമുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ചുവെന്നും വിശ്വസിക്കുന്നുണ്ട്. സാധാരണക്കാരനായ ഈ ഒരു മനുഷ്യനെ ഈശോ അസാധാരണമായ ഒരു ദൗത്യത്തിനായി വിളിക്കുന്നതായിട്ട് നാം കാണുന്നു. സാധാരണക്കാരായ നമ്മളെയാണ് ദൈവം തൻ്റെ ഉന്നതമായ ദൗത്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. ആ പത്രോസിനെ പോലെ എളിമയുള്ളപ്പോൾ നമ്മളും ദൈവത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറും. ശിമയോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് യോഹന്നാൻ മാന്താനായുടെ ശിഷ്യനായിരുന്നു. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഈശോയ്ക്ക് വഴിയൊരുക്കുവാനും വന്ന യോഹന്നാൻ മാന്താന തൻ്റെ ശിഷ്യന്മാരെ ഈശോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഈശോയുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അന്ത്രയോസ് മനസ്സിലാക്കുന്നു ഈശോ മിശിഹായാണെന്ന്. അത് മനസ്സിലാക്കിയ അന്ത്രയോസ് ഉടനെ തന്നെ തൻ്റെ സഹോദരനായ ശിമയോനോട് പറയുന്നു, ഞങ്ങൾ രക്ഷകനെ മിശിഹായെ കണ്ടുവെന്ന്. അങ്ങനെ ശിമയോൻ ചെന്ന് ഈശോയെ കാണുമ്പോൾ ഈശോ ശിമയോനോട് പറയുകയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇനി മുതൽ കേപ്പ അഥവാ പാറ പെത്രോസ് എന്ന് അറിയപ്പെടും. കേപ്പ എന്ന് പറഞ്ഞാൽ പാറ എന്നാണ് അർത്ഥം. അതിൻ്റെ ഗ്രീക്ക് ഭാഷയാണ് പെത്രോസ് അല്ലെങ്കിൽ പീറ്റർ. ഈശോയെ തൻ്റെ വളർത്തുപിതാവായ യോസേപ്പ് പിതാവ് ഒരു തച്ചനായിട്ട് അല്ലെങ്കിൽ ഒരു ബിൽഡറായിട്ടാണ് വളർത്തിയത്. ആ ഒരു പരിശീലനത്തിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ ഈശോ ഒരു ഉദാഹരണം ഉപയോഗിക്കുകയാണ്. ഒരു കെട്ടിടം പണിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭവനം നിർമ്മിക്കണമെങ്കിൽ അത് പാറമേൽ ഉറപ്പുള്ള സ്ഥലത്തായിരിക്കണം പണിയുക. അതുകൊണ്ട് ആ പാറ എന്ന പേര് ശിമയോന് നൽകിക്കൊണ്ട് ഈശോ മുൻകൂട്ടി പ്രവചിക്കുകയാണ്, ഭാവിയിൽ താൻ സ്ഥാപിക്കുവാനിരിക്കുന്ന പുതിയ ഇസ്രായേലായ സഭയുടെ അടിസ്ഥാന ശിലയായിരിക്കും പത്രോസ് എന്ന്.
ഗലീലിയ തടാകത്തിൻ്റെ തീരത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ശെമയോനെയും അന്ത്രയോസിനെയും ഈശോ ഒരു ജീവിത പരിവർത്തനം തന്നെ വരുത്തുന്ന ഒരു കാര്യത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് അവർ ഈശോയെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിലും ഇപ്രാവശ്യം ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. Come with me. Give up catching fish and I will make you a fisher of men. What are we gonna do? Change the world. അങ്ങനെ മത്സ്യബന്ധനത്തിന് പകരം മനുഷ്യബന്ധനത്തിന് വേണ്ടി ഈശോ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ വഞ്ചിയും വലയും കുടുംബവും വരുമാനവും എല്ലാം ഉപേക്ഷിച്ച്, ഭവനവും ഉപേക്ഷിച്ച് ഈശോയുടെ കൂടെ ചേരുകയാണ്. അത് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു പരിവർത്തനം തന്നെ വരുത്തുന്നുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിലും നമ്മുടെ ചെറുപ്പക്കാരായ യുവതി യുവാക്കന്മാർ മിഷൻ പ്രവർത്തനത്തിന് പോകുമ്പോഴും ഏതാണ്ട് ഇതുപോലെയാണ്. ഈശോ തങ്ങളെ വിളിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഭാവിയെക്കുറിച്ച് ആശങ്കയില്ലാതെ അജ്ഞാതമായ സ്ഥലങ്ങളിലേക്ക് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ അവർ പോവുകയാണ്. ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അതായത് ദൈവരാജ്യത്തിന് വേണ്ടി മനുഷ്യരെ ആകർഷിക്കുവാനുള്ള കഴിവും ഉത്തരവാദിത്വവും ഈശോ നൽകുന്നു. ഈശോയോട് കൂടെ നടന്നുകൊണ്ട് ഈശോയുടെ പ്രബോധനങ്ങളും അത്ഭുതങ്ങളും അവർ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പത്രോസിനെ ഉൾപ്പെടെ ശിഷ്യന്മാരെ ഈശോ തൻ്റെ സഭയുടെ നേതൃത്വത്തിനു വേണ്ടി പരിശീലനം നൽകുന്നുണ്ട്. അതിന് പത്രോസ് സഭയുടെ ഒരു ലീഡിംഗ് ഫിഗറായിട്ട്, ആ 12 പേരിൽ നേതൃത്വം കൊടുക്കുവാൻ കഴിവുള്ളവനായിട്ട് വളർന്നു വരികയാണ്. സുവിശേഷങ്ങളിലെല്ലാം 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തുമ്പോൾ ആദ്യം പറയുന്നത് പത്രോസിൻ്റെ പേരാണ്. ശിഷ്യഗണത്തിനു വേണ്ടി പത്രോസാണ് പലപ്പോഴും ഈശോയോട് സംസാരിക്കുക. പലസ്തീനായുടെ ഏറ്റവും വടക്കുഭാഗത്തുള്ള കേസറി ഫിലിപ്പി പ്രദേശത്തേക്ക് ഈശോ 12 അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ വെച്ച് ഈശോ ചോദിക്കുന്നു, മനുഷ്യപുത്രനെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ യോഹന്നാൻ മാതാനായാണ്, ഏലിയായാണ്, പ്രവാചകന്മാരിൽ ഒരുവനാണ്. ഇങ്ങനെയെല്ലാം പറയുമ്പോഴും ശരിയായ ഉത്തരമാകുന്നില്ല. അപ്പോഴാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കുന്നത് ശിമയോൻ പത്രോസാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന് ശിമയോൻ പറഞ്ഞപ്പോൾ ഈശോ അവനിൽ സംപ്രീതനായിട്ട് പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ അനുഗ്രഹീതനാകുന്നു. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. അതിനുശേഷം ശിമയോൻ പത്രോസിന് ഉന്നതമായ ഒരു പദവി ഈശോ കൊടുക്കുകയാണ്. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിന്നെ ഏൽപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ സഭയുടെ അടിസ്ഥാന ശിലയായിട്ട് പത്രോസിനെ ഈശോ നിയമിക്കുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിന്നെ ഏൽപ്പിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഈ ലോകത്തിൽ പാപങ്ങൾ മോചിക്കുവാനോ ബന്ധിക്കുവാനോ ഉള്ള അവകാശം, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിന് നൽകുകയാണ്. പഴയ നിയമകാലഘട്ടങ്ങളിൽ വലിയ നഗരങ്ങളുടെ ചുറ്റും ശക്തമായ മതിലുണ്ടായിരിക്കും. അതിലേക്കൊരു വലിയ പ്രവേശന കവാടമുണ്ടാകും. അതിൻ്റെ താക്കോല് ഏൽപ്പിക്കുന്നത് ഭരണാധികാരിയായ ഒരു പ്രധാനമന്ത്രിയായിരിക്കും രാജാവ് ഏൽപ്പിക്കുക. അതുപോലെ ദൈവരാജ്യത്തിൻ്റെ രാജാവായ ഈശോ മിശിഹ തൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ആ താക്കോല് പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. അധികാരത്തിൻ്റെ ചിഹ്നമാണ് അത്. ഈശോയുടെ 3 വളരെ ക്ലോസ് ആയിട്ടുള്ള അപ്പസ്തലന്മാരുണ്ടായിരുന്നു. പത്രോസും സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. അവരിൽ ഈശോ ചില പ്രത്യേക അവസരങ്ങളിലെല്ലാം അവരെയാണ് കൂടെ കൊണ്ടുപോയത്. ജൈറൂസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ മലയുടെ മുകളിൽ
ഈശോ ഏലിയ പ്രവാചകനോടും മോശയോടും ചേർന്ന് രൂപാന്തരപ്പെട്ട അവസരത്തിൽ ഗെത്സമൻ തോട്ടത്തിൽ പീഡാസഹനത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലുമൊക്കെ ഈശോ കൂടെ കൊണ്ടുപോയത് ഈ 3 പേരെയുമാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, നീ വിശ്വാസത്തിൽ തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരികെ വരുമ്പോഴും നീ നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന്. അങ്ങനെ അവൻ്റെ ബലഹീനതയെയും അതോടൊപ്പം തന്നെ തിരിച്ചു വരുന്നതിനെയും അതോടൊപ്പം തന്നെ തൻ്റെ ശുശ്രൂഷകനായ അപ്പസ്തോലന്മാരെയും ഒക്കെ ശക്തിപ്പെടുത്താൻ ഉള്ള ഉത്തരവാദിത്വം നേതൃത്വം ഈശോ പത്രോസിനെ ഏൽപ്പിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തൻ്റെ അജഗണത്തിൻ്റെ പ്രധാന ഇടയനായിട്ട് ഈശോ പത്രോസിനെ ചുമതല ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭ വിശ്വസിക്കുക, മാർപ്പാപ്പ പത്രോസിൻ്റെ പിൻഗാമിയാണ്. പത്രോസാണ് ആദ്യത്തെ മാർപ്പാപ്പ എന്ന്. ആദിമസഭ പത്രോസിനെ അപ്പസ്തോലന്മാരുടെ പ്രിൻസായിട്ട് കണക്കാക്കിയിരുന്നു. അദ്ദേഹം നേതാവും അതോടൊപ്പം തന്നെ സഭയുടെ സ്പോക്സ് പേഴ്സണും ആയിരുന്നു. പത്രോസ് ഒരു പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്, അതോടൊപ്പം തന്നെ ശക്തിയുമുണ്ട്. ചില സമയത്ത് അദ്ദേഹം വളരെ ബോൾഡാണ്, ചില സമയത്ത് അദ്ദേഹം ബലഹീനനാണ്, സംശയങ്ങൾ ഉയർത്താറുണ്ട്. എന്നാൽ ഇതെല്ലാം സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിലുമൊക്കെ പച്ചയായിട്ട് രേഖപ്പെടുത്തുന്നുമുണ്ട്. ചില സമയത്ത് പത്രോസ് ഈശോയെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് നടന്ന സംഭവത്തിൽ ഈശോ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് തനിക്ക് സംഭവിക്കുവാനിരിക്കുന്ന പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ഈശോ അപ്പസ്തോലന്മാരോട് വെളിപ്പെടുത്തുന്നത്. ആ അവസരത്തിൽ പത്രോസ് തൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വേദനയോടെ പറഞ്ഞു, നാഥ, ഇത് അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ ഈശോ പത്രോസിനോട് പറയുന്നു, സാത്താനെ, നീ എന്നിൽ നിന്ന് മാറിപ്പോകൂ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഗലീലിയ തടാകത്തിൻ്റെ ആ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്നത് കാണുമ്പോൾ പത്രോസ് ആവശ്യപ്പെട്ടതനുസരിച്ച് പത്രോസിനും ആ വെള്ളത്തിന് മുകളിലൂടെ നടക്കുവാൻ ഈശോ അനുവദിക്കുന്നുണ്ട്. എന്നാൽ കാറ്റും കൂളും ഇളകി വരുമ്പോൾ പത്രോസ് പെട്ടെന്ന് ഭയപ്പെടുകയും വെള്ളത്തിലേക്ക് താഴുവാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഈശോ അവനെ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28 മുതൽ 31 വാക്യം. അവിടെ പത്രോസ് ചിലപ്പോൾ വിശ്വാസത്തിൽ ബലഹീനനായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഈ പത്രോസ് ആവേശത്തോടെ ചില കാര്യങ്ങൾ പറയുന്നതായി കാണാം. പത്രോസ് അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ ഈശോ അന്ത്യ അത്താഴവേളയിൽ കഴുകുമ്പോൾ പത്രോസാണ് പറഞ്ഞത്, അങ്ങ് എൻ്റെ പാദങ്ങൾ കഴുകരുത് എന്ന്. എന്നാൽ നിൻ്റെ പാദങ്ങൾ കഴുകുവാൻ നീ എന്നെ സമ്മതിക്കുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടൊത്ത് വിരുന്നനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൈകളും എൻ്റെ ശിരസ്സും കൂടി കഴുകുക എന്നാണ് പത്രോസ് എടുത്തു പറയുക. ഗെത്സമൻ തോട്ടത്തിൽ ഈശോയെ പടയാളികൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പത്രോസ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയാണ്. പത്രോസ് താൻ കരുതിയിരുന്ന വാളെടുത്ത് ആ പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ വെട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിരസ് വെട്ടാൻ ഉദ്ദേശിച്ചെങ്കിലും അവൻ്റെ ചെവിയാണ് ഛേദിച്ച് കളയുക. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ വാളതിൻ്റെ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. കാരണം ഈശോയ്ക്കറിയാം തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പടയാളികളെ അറസ്റ്റ് ചെയ്യുവാൻ താൻ അനുവദിക്കുന്നത്. പക്ഷേ പത്രോസിന് അപ്പോൾ അത് മുഴുവൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പിന്നീട് പ്രധാന പുരോഹിതൻ്റെ ഉദ്യാനത്തിലായിരിക്കുമ്പോൾ രാത്രി സമയത്ത് ഒരു ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറയുവാൻ പത്രോസ് ഇടയായിത്തീരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിൽ.
അവിടെ തീ കാഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, പത്രോസുമുണ്ട്, മറ്റാളുകളുമുണ്ട്. അവൾ നീ അവൻ്റെ ശിഷ്യനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് ആവർത്തിച്ച് 3 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ കോഴി കൂകുന്നു. അപ്പോൾ ഈശോ തന്നെപ്പറ്റി താൻ നിഷേധിച്ച് പറയും കോഴി കൂകുന്നതിന് മുൻപ് എന്ന കാര്യം ഓർമ്മിക്കുകയും പത്രോസ് വളരെയേറെ മനോവേദനയോടുകൂടി വിഷമിച്ച് തൻ്റെ പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 61-62 വാക്യങ്ങളിൽ. എന്നാൽ ഈ ബലഹീനനാണെങ്കിലും പത്രോസ് പലപ്പോഴും വിജയത്തിലേക്ക് വിശ്വാസത്തിൻ്റെ വലിയ ശക്തി പ്രകടനം നടത്തുന്നതായിട്ടും കാണാൻ സാധിക്കും. ഈശോ ഒരിക്കൽ പഠിപ്പിച്ചു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എക്കാലവും ജീവിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തല്ലാതെ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇവൻ്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് എങ്ങനെ ഭക്ഷിക്കുവാൻ സാധിക്കും എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും ഈശോയെ ഉപേക്ഷിച്ച് പല ശിഷ്യന്മാരും പോയി. ആ സമയത്ത് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, അപ്പസ്തലന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കാര്യം എങ്ങനെയാണ്, നിങ്ങളും പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി പത്രോസാണ് മറുപടി പറയുക, നാഥാ, ഞങ്ങൾ എവിടെ പോകും? നിന്നിലല്ലേ നിത്യജീവൻ്റെ വചസ്സുകളുള്ളത് എന്ന്. അങ്ങനെ ഈശോ നിത്യജീവൻ്റെ വചസ്സുകൾ ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പത്രോസ് വിശ്വസിച്ച് ഏറ്റുപറയുന്നതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 68-69 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഈശോയുടെ ഐഡൻറ്റിറ്റി ഈശോ മിശിഹായാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ഈശോയെപ്പറ്റി പത്രോസ് പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈശോ പത്രോസിനോട് പറയുകയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ആ ഒരു പ്രിവിലേജ് ലഭിച്ചതും പത്രോസിനാണ്. വെള്ളത്തിലൂടെ മുകളിലൂടെ നടക്കുവാൻ പത്രോസാണ് താല്പര്യം പ്രകടിപ്പിക്കുകയും അതിന് ഈശോ അനുവാദം കൊടുക്കുകയും അങ്ങനെ അല്പസമയത്തേക്കെങ്കിലും പത്രോസിന് നടക്കുവാൻ, ആ അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈശോയോടൊത്ത് ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് നടന്ന 3 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു പത്രോസ് എന്നും നമുക്ക് അറിയാം, യാക്കോബിനോടും യോഹന്നാനോടും ചേർന്ന്. അതുപോലെ തന്നെ ഈശോയെ ബന്ധിച്ച് അന്നാസിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ പത്രോസ് ധൈര്യസമേതം ആ പിന്നാലെ ഒളിച്ചു പോവുകയും പിന്നീട് യോഹന്നാൻ സുവിശേഷകൻ്റെ അല്ലെങ്കിൽ അപ്പസ്തോലൻ്റെ സഹായത്തോടുകൂടി ആ കോർട്ട്യാർഡിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അവിടെ ആ പത്രോസും യോഹന്നാനുമാണ് അതിന് ധൈര്യം കാണിക്കുന്നത്. പത്രോസ് 3 പ്രാവശ്യം ഈശോയെ നിഷേധിച്ച് പറഞ്ഞാലും അവിടെയും പത്രോസ് പശ്ചാത്തപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പത്രോസിൻ്റെ ജീവിതം നമുക്കൊരു വലിയ ഉദാഹരണമാണ്. നമ്മുടെ ജീവിതത്തിലും വീഴ്ചകളുണ്ടാകും, അപ്പോഴും നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ തിരുത്തണമെന്നുള്ളത്. പത്രോസ് ഈശോയെ അനുഗമിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് പത്രോസിന് തൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിനുള്ള അവസരം പോലും ഈശോ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസിൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് ശക്തി പകരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തിലുള്ള വലിയ പ്രകടനങ്ങളും ദൈവം നൽകുന്ന വലിയ അവസരങ്ങളുണ്ട്. ഈശോയുടെ ഉദ്ധാനശേഷം ആദ്യം അത് അറിയുന്നത് ഭക്തരായ സ്ത്രീകളാണ്, മഗ്ദലന മറിയം ഉൾപ്പെടെ. അപ്പോൾ മാലാഖ ആ സ്ത്രീകളോട് പറയുന്നത്, നിങ്ങൾ പോയി പത്രോസ് ഉൾപ്പെടെയുള്ള എൻ്റെ ശിഷ്യന്മാരോട് പറയണം, നാഥൻ ഗലീലയിലേക്ക് നിങ്ങൾക്ക് മുൻപേ പോവുകയാണെന്ന്. അവിടെ പത്രോസിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറയുന്നതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് ശ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈശോ ഉദ്ധാനം ചെയ്ത ശേഷം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പത്രോസിനാണ് എന്ന്. പത്രോസും യോഹന്നാനും കൂടി ശൂന്യമായ ഈശോയുടെ കല്ലറ കാണുവാൻ ഓടിപ്പോകുമ്പോൾ ആദ്യമേ അതിൽ പ്രവേശിക്കുന്നത് പത്രോസാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ ഗലീലിയ തടാകത്തിൻ്റെ തീരത്ത് വെച്ച് ഈശോയുടെ ഉദ്ധാനശേഷം ഒരു രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയ പത്രോസിനും കൂട്ടർക്കും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കരയ്ക്ക് നിന്ന ഈശോയാണ് അത്ഭുതകരമായൊരു മീൻപിടുത്തത്തിന് അവരെ സഹായിക്കുന്നു. അതിനുശേഷം
തീ കൂട്ടിയിട്ട് പ്രാതൽ കഴിക്കുവാൻ അവരെ ക്ഷണിച്ചിട്ട് ആ പ്രാതൽ കഴിച്ച കൂട്ടത്തിൽ ഈശോ ശിമയോനോട് 3 പ്രാവശ്യം ചോദിക്കുകയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ 3 പ്രാവശ്യവും ശിമയോൻ ഏറ്റുപറയുകയാണ്, നാഥ, അങ്ങേക്കറിയാമല്ലോ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ 3 പ്രാവശ്യവും ഈശോ ആവർത്തിച്ച് പറയുകയാണ്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, അല്ലെങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന്. അങ്ങനെ 3 പ്രാവശ്യം ഈ തന്നെ നിഷേധിച്ച് പറഞ്ഞ കുറ്റബോധവുമായി നടക്കുന്ന പത്രോസിന് ഈശോ അത് കാര്യമായി പരിഗണിക്കുന്നില്ല, ഈശോ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പ്രകടിപ്പിക്കുവാൻ ഈശോ അവസരം കൊടുക്കുകയാണ്. അവിടെ വെച്ച് തന്നെ തനിക്ക് പത്രോസിന് സംഭവിക്കുവാനിരിക്കുന്ന ഭാവി രക്തസാക്ഷിത്വത്തെക്കുറിച്ചും മുൻകൂട്ടി പ്രവചിക്കുന്നുണ്ട്. ഈ പത്രോസിൻ്റെ ക്രിസ്തുവിന് വേണ്ടിയുള്ള സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈശോ സ്വർഗാരോഹണം ചെയ്ത ശേഷം ഏതാണ്ട് 120 വിശ്വാസികൾ, ശിഷ്യന്മാർ ഒന്നിച്ച് ജെറുസലേമിൽ പ്രാർത്ഥനയിൽ കഴിയുകയായിരുന്നു. അപ്പോഴാണ് പത്രോസ് മുൻകൈ എടുത്തിട്ട് പറഞ്ഞു, നമുക്ക് യൂദാസ് കറിയാത്തയ്ക്ക് പകരം ഈശോയുടെ 12 അപ്പസ്തോലന്മാരുടെ ആ സംഖ്യ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാം. അങ്ങനെ മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് പത്രോസാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് നമുക്കറിയാം, പെന്തക്കോസ്ത് തിരുനാളിൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വരുന്നു. അപ്പോൾ ആ അസാധാരണമായ ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജെറുസലേമിൽ കൂടിയിരുന്ന ആളുകളെല്ലാം ഈ അപ്പസ്തോലന്മാരുടെ ആ പ്രദേശത്തേക്ക് വരികയും അവിടെ പത്രോസ് ധൈര്യസമേതം വലിയൊരു ജനാവലിയോട് കർത്താവിനെ പറ്റി പ്രസംഗിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം 3000 പേര് അവിടെ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 14 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിലെല്ലാം പത്രോസിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോലിക് സഭയിൽ ആദ്യമായി അപ്പസ്തോലന്മാർ ചെയ്ത അത്ഭുതങ്ങൾ രേഖപ്പെടുത്തുന്നത് പത്രോസിൻ്റേതാണ്. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ജന്മന വികലാംഗനായിരുന്ന ഒരു മനുഷ്യനെ പത്രോസ് ദേവാലയത്തിൻ്റെ കവാടത്തിൽ വെച്ച് സുഖപ്പെടുത്തുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. യഹൂദ അധികാരികൾ പത്രോസിനെയും യോഹന്നാനെയും ബന്ധിച്ച് അവിടെ സാൻഹദ്രീൻ സംഘത്തിന് മുമ്പാകെ കൊണ്ടുവരുന്നുണ്ട്. പത്രോസ് ധൈര്യസമേതം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശക്തിയോടുകൂടി അവരോട് ഈശോയാണ് രക്ഷകൻ, അവനെയാണ് നിങ്ങൾ ക്രൂശിച്ചത് എന്ന് പറയുവാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. പല അത്ഭുതങ്ങളും അടയാളങ്ങളും പത്രോസ് വഴിയായും അപ്പസ്തോലന്മാർക്കും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ട്. പത്രോസ് തെരുവിലൂടെ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ നിഴൽ വീണാൽ പോലും രോഗികൾ സുഖം പ്രാപിച്ചിരുന്നതായിട്ട് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 5-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഒരിക്കൽ പത്രോസും യോഹന്നാനും കാരാഗൃഹത്തിലായിരുന്നപ്പോൾ മാലാഖ അവരെ സ്വതന്ത്രരാക്കുന്നു. അവിടെ നിന്ന് അവർ ധൈര്യസമേതം വീണ്ടും പോയത് ദേവാലയത്തിൻ്റെ പരിസരത്ത് പോയി വചനം പ്രസംഗിക്കുവാനായിരുന്നു. പത്രോസും യോഹന്നാനും സമറിയായിൽ പോയി അവിടെ മാനസാന്തരപ്പെട്ടിരുന്ന ആളുകളോട് വചനം പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്തതായിട്ട് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടൽത്തീരത്തിൻ്റെ ഭാഗങ്ങളിലൂടെ പത്രോസ് യാത്ര ചെയ്ത് വചനം പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം യോപ്പായിലായിരിക്കുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിനൊരു ദർശനമുണ്ടാകുന്നു. ഒരു തുണിയിൽ പൊതിഞ്ഞ് അൺക്ലീനായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള മൃഗങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു അവയെ കൊന്നു ഭക്ഷിക്കുക എന്ന്. അങ്ങനെ ക്ലീനും അൺക്ലീനുമായിട്ട് ശുദ്ധവും അശുദ്ധവുമായിട്ട് ഒന്നുമില്ലെന്നും ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്നും അതുകൊണ്ട് യഹൂദന്മാരെയും വിജാതീയരെയും ഈശോയുടെ സഭയിലേക്ക് സ്വീകരിക്കണമെന്നും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യഹൂദ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് യഹൂദന്മാരല്ലാത്ത വിജാതീയരെയും സഭയിലേക്ക് കൊണ്ടുവരുന്നതിന് പത്രോസാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ജോപ്പായിലായിരിക്കുമ്പോൾ കൊർന്നേലിയസ് എന്ന് പറയുന്ന ശതാധിപൻ പത്രോസിന് ആളയച്ച് പറയുകയാണ്, ഒരു മാലാഖയുടെ ദർശനം തനിക്കുണ്ടായി, അതുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വരണമെന്ന്. പത്രോസ് അവിടെ ചെന്ന് ഈ കൊർന്നേലിയസിനോട് വചനം പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവ് അവൻ്റെ മേലും മറ്റുള്ള വിദ്യാർത്ഥികളുടെ മേലും ഇറങ്ങി വരുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ
ആ കൊർണേലിയസിനെയും കുടുംബാംഗങ്ങളെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തുകയും ആദ്യമായിട്ട് വിജാതീയരെ സഭയിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 10-ാം അധ്യായം 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ജെറുസലേമിൽ ഹെറോദ് അഗ്രിപ്പ ഒന്നാമൻ സെബദീപുത്രനായിരുന്ന യാക്കോബ് എന്ന അപ്പസ്തോലനെ വധിക്കുന്നുണ്ട്. അതേസമയത്ത് പത്രോസിനെയും വധിക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടി കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. ആദിമസഭ പത്രോസിൻ്റെ വിമോചനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു രാത്രി മുഴുവനും. പത്രോസിൻ്റെ വധിക്കാൻ നിശ്ചയിക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ മാലാഖ വന്ന് പത്രോസിനെ അദ്ദേഹത്തിൻ്റെ ബന്ധനിക്കപ്പെട്ട ആ ചെയിനിൽ നിന്ന് പൊട്ടിച്ചു കളഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവർഷം ഏതാണ്ട് 42 മുതൽ 44 വരെയുള്ള കാലഘട്ടത്തിൽ പത്രോസ് ജെറുസലേം വിട്ട് പോവുകയാണ്. അദ്ദേഹം നേതൃത്വം ഈശോയുടെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാക്കോബിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പത്രോസ് ആന്റിയോക്യയിൽ, സിറിയയിൽ, ഏഷ്യ മൈനറിൽ എല്ലാം പോവുകയാണ്. ആന്റിയോക്യൻ സഭ പത്രോസിനെ അവരുടെ ആദ്യത്തെ മെത്രാനായിട്ട് കണക്കാക്കുന്നുണ്ട്. ക്രിസ്തുവർഷം 49 മുതൽ 50 കാലഘട്ടത്തിൽ നടന്ന ജെറുസലേം സുനഹദോസിൽ ഒരു വിവാദമായ വിഷയമുണ്ടായിരുന്നു. വിജാതീയരായിട്ട് ക്രിസ്തു സഭയിലേക്ക് വരുന്നവർ യഹൂദ പാരമ്പര്യങ്ങൾ പരിച്ഛേദനം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ടോ, ഭക്ഷണത്തിൻ്റെ ശുദ്ധീകരണ കാര്യങ്ങളെല്ലാം പാലിക്കേണ്ടതുണ്ടോ, അതേപ്പറ്റിയുള്ള ചർച്ച വിവാദമായപ്പോൾ പത്രോസാണ് അതിന് ഒരു തീരുമാനം പറയുകയും ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തത്. പത്രോസ് പിന്നീട് റോമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് 64-നും 67-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ പത്രോസ് അവിടെ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നു. തൻ്റെ നാഥൻ മരിച്ചതുപോലെ കുരിശിൽ കിടന്ന് മരിക്കുവാൻ താൻ യോഗ്യനല്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പത്രോസ് വളരെ എളിമയോടുകൂടി പറയുകയാണ്, അതുകൊണ്ട് തന്നെ തല കീഴായിട്ട് കുരിശിൽ തറയ്ക്കണമെന്ന്. അപ്രകാരം റോമിലെ വത്തിക്കാൻ മലയിൽ വെച്ച് പത്രോസിനെ തലകീഴായി കുരിശിൽ കയറ്റി കൊല്ലുന്നു. അങ്ങനെ പത്രോസ് രക്തസാക്ഷിയായി മരിക്കുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം വത്തിക്കാൻ മലയിലെ ക്രൈസ്തവരുടെ സെമിട്രിയായി പിന്നീട് മാറിയ സ്ഥലത്ത് അവിടെ അടക്കം ചെയ്യപ്പെടുന്നു. ക്രിസ്തുമതത്തിലേക്ക് ഐക്യപ്പെട്ടു വന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു വലിയ ബസിലിക്ക നിർമ്മിക്കുന്നു. അത് പത്രോസിൻ്റെ ശവകുടീരത്തിന് മുകളിലാണ്. ഇന്നും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഇരിക്കുന്നത് പത്രോസിൻ്റെ ശവകുടീരത്തിന് മുകളിലാണ്. ജൂൺ മാസം 29-ാം തീയതി പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളായിട്ട് സഭ ആചരിച്ചു പോരുന്നു. പത്രോസിൻ്റെ ജീവിതത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും? ഒന്ന്, ബലഹീനനായ ഒരു സാധാരണക്കാരനായ മുക്കുവനായിരുന്നു പത്രോസ്. പക്ഷേ ആ ബലഹീനനായ മനുഷ്യനെയാണ് ഈശോ വളരെ വലിയ ഒരു ഉന്നത സ്ഥാനത്തേക്ക് സഭയുടെ നേതൃത്വമായി, സഭയുടെ അടിസ്ഥാന ശരിയായി ദൈവം തിരഞ്ഞെടുത്തത്. നമ്മൾ വലിയ കഴിവുള്ളവരാകണമെന്നില്ല, പക്ഷേ നമ്മൾ എളിമയോടുകൂടി ഈശോയോട് സഹകരിക്കുവാൻ തയ്യാറായാൽ ഈശോ തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മളെയും ഉപകരണങ്ങളാക്കും. മറ്റൊന്ന്, തെറ്റുകാരനായിരുന്നു, ബലഹീനനായിരുന്നു പത്രോസ്. പക്ഷേ തൻ്റെ ദൗർബല്യങ്ങളിലും താൻ ദൈവത്തെ സമീപിച്ചപ്പോൾ, ഈശോയോട് ക്ഷമ ചോദിച്ചപ്പോൾ ഈശോ അവനോട് ക്ഷമിക്കുന്നു. അതുപോലെ തന്നെ നമുക്കും വീഴ്ചകളുണ്ടാകും. എത്ര ഉന്നത സ്ഥാനത്തുള്ളവനാണെങ്കിലും വീഴ്ചകളുണ്ടാകാം. പക്ഷേ നമ്മൾ നിരാശപ്പെട്ട് യൂദാസിനെ പോലെ ആത്മഹത്യയിലേക്ക് പോവുകയല്ല, പത്രോസിനെ പോലെ പശ്ചാത്തപിച്ചുകൊണ്ട് ഈശോയെ സമീപിക്കുമ്പോൾ ഈശോ നമ്മളെ പുനഃസ്ഥാപിക്കും. സ്നേഹത്തിൻ്റെ പ്രാധാന്യം ഈശോ ശിമയോനിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം, തൻ്റെ ഉദ്ധാനത്തിന് ശേഷം ഗലീലിയ തടാകത്തിൻ്റെ തീരത്ത് വെച്ച് ശിമയോനോട് ചോദിക്കുന്നുണ്ട്, ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? ഈശോ നമ്മളോടും ചോദിക്കുന്നു, മകനെ, മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോയോട് നമ്മൾ ആ സ്നേഹം പ്രത്യുത്തരിച്ച് കഴിയുമ്പോൾ ഈശോ പറയും, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. നിന്നെ ഏൽപ്പിച്ച ജീവിത പങ്കാളിയെ, നിന്നെ ഏൽപ്പിച്ച മക്കൾ, നിന്നെ ഏൽപ്പിച്ച മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർ, അവരെ മേയിക്കുവാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കുവാൻ ഈശോ നമ്മളെയും ഈശോയുള്ള സ്നേഹത്തെ പ്രതി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമ്മളോടും ആവശ്യപ്പെടും. പത്രോസിൻ്റെ ആ വിശ്വാസം ഈശോയിൽ ഫോക്കസ് ചെയ്തപ്പോൾ ശിമയോൻ അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിച്ചു. ഗലീലിയ തടാകത്തിൻ്റെ വെള്ളത്തിന് മുകളിലൂടെ ഈശോയുടെ മുഖത്ത് നോക്കി നടന്നപ്പോൾ പത്രോസിന് പരാജയമുണ്ടായില്ല. എന്നാൽ ബാഹ്യമായിട്ടുള്ള
കോളിളക്കമുണ്ടായപ്പോൾ പത്രോസ് അതേപ്പറ്റി വറീഡായപ്പോൾ പത്രോസ് മുങ്ങാൻ തുടങ്ങി. നമ്മൾ ബാഹ്യ ശക്തികളുടെ സ്വാധീനത്തിൽ ഭയപ്പെടാനുള്ളതല്ല. ഈശോയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും ഈശോ നമ്മളെ കരപിടിച്ച് നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ പതറാനുള്ളവരല്ല, ഈശോയിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പത്രോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം എത്രയോ ധൈര്യത്തോടു കൂടിയാണ് വചനം പ്രഘോഷിച്ചത്, എത്രയോ ധൈര്യത്തോടു കൂടിയാണ് സാക്ഷ്യം വഹിച്ചത്, പീഡനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായത്. അതുപോലെ തന്നെ ഈ പത്രോസിനെ അനുകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിവേശിതരായി കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പത്രോസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്ന കാര്യത്തിൽ, വിജാതീയരെ തൻ്റെ സഭയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ, സഭയിലുണ്ടാകുന്ന ഉൾപ്പാട്ട് പ്രശ്നങ്ങളിലെല്ലാം പരിഹരിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മളും ഈശോയോട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മളിലൂടെ ഈശോയും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, എല്ലാ ജാതീയ മതസ്ഥരായ ആളുകളോടും ഈശോയോട് ചേർത്ത് നിർത്തുവാൻ നമുക്കും സാധിക്കും. അതുകൊണ്ട് എളിമയും വിനയും ഉണ്ടായിരുന്ന ആ പത്രോസിനെ പോലെ, പശ്ചാത്താപമുണ്ടായിരുന്ന പത്രോസിനെ പോലെ നമുക്കും നന്മയിൽ വ്യാപരിച്ചുകൊണ്ട് ഈശോയിൽ ധൈര്യപ്പെട്ട് ജീവിക്കുവാൻ ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പത്രോസ് അപ്പോസ്തലനെ ഞങ്ങൾക്ക് മാതൃകയായി നൽകിയ ഈശോനാഥ, ബലഹീനനായ ആ മനുഷ്യനെ അങ്ങൊരു സഭയുടെ അടിസ്ഥാന ശിലയായി പാറയാക്കി മാറ്റി ഞങ്ങളുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പത്രോസിനെ പോലെ വിശ്വാസത്തിൽ ഞങ്ങൾ പതറിപ്പോകുമ്പോൾ, ബാഹ്യശക്തികളുടെ സ്വാധീനം ഞങ്ങളെ പിടിച്ച് ഉലയ്ക്കുമ്പോൾ, കർത്താവെ, അങ്ങിൽ അഭയം പ്രാപിക്കുവാൻ, ഞങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങിൽ നിന്ന് ക്ഷമായാചന നടത്തുവാൻ, അങ്ങനെ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അങ്ങ് തയ്യാറാകണമേ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച പത്രോസിനെ പോലെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറച്ചുകൊണ്ട് അങ്ങേ വിശ്വസ്തയോടുകൂടി അനുഗമിക്കുവാനും, എളിമയോടുകൂടി അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഉദ്ധാനത്തിന് ശേഷം പത്രോസിനെ അങ്ങ് സ്ഥൈര്യപ്പെടുത്തിയതുപോലെ അങ്ങയുടെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങയുടെ സഭയെ നയിക്കുവാൻ, അങ്ങയുടെ ജനതയെ സേവിക്കുവാൻ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിതമായ ഒരു ഹൃദയം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പത്രോസെ, അങ്ങയുടെ മാധ്യസ്ഥം ഈ കാര്യത്തിൽ ഞങ്ങൾ തേടുകയും ചെയ്യുന്നു. ആമേൻ.